വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണം കൂടാൻ പോവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവള് കല്യാണം കൂടാൻ പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഈ കാടൊക്കെ കാണിക്കുന്നതെന്ന്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പോകുന്നത് ഏരൂർ അടുപ്പിച്ച്, അതായത് ഏരൂർ കഴിഞ്ഞിട്ട് കടമാങ്കോട് എന്നൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഫുൾ കാടൊക്കെയാണ് കേട്ടോ. കാടിൻ്റെ അകത്തൂടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോകണം. തലേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഷേക്കൊക്കെ വീഡിയോയിലുണ്ടാവും. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിന് പോയത് കാറിലാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കൂടെ അപ്പോൾ എടുത്തിട്ടുണ്ട്. തലേന്ന് നമുക്ക് വീഡിയോസ് ഫുള്ളായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഫുൾ വീഡിയോസൊക്കെ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പം അടുക്കൂടെ റോഡ് മാത്രം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അമ്മയുടെയും എൻ്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കായിരുന്നു. പക്ഷേ അത് വീഡിയോ ആയിപ്പോയി. എന്നാൽ പിന്നെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അമ്പലത്തിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കൊങ്ങിണി, അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ്. അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാടും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ആയിരുന്നു കേട്ടോ. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അമ്പലക്കുളമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വലിയ കുളമായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും വലിയ കുളം അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും മേളിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. എത്രത്തോളം വീഡിയോയിൽ അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ 3-4 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അപ്പോഴത്തേക്ക് നമുക്ക് പെണ്ണിനെ കാണണമല്ലോ നമ്മുടെ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ആരുടെ കല്യാണമായിരുന്നു എന്ന് ഇതുവരെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ ആരുടെ അല്ല, എൻ്റെ കസിൻ്റെ മോടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ആ കൂടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ മുഹൂർത്തം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു പന്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ അപ്പം ഓപ്പോസിറ്റ് ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ടും വീഡിയോ എടുക്കാനുള്ള ചമ്മൽ കൊണ്ടും ഞാൻ വീഡിയോ എടുത്തില്ല. അവരൊക്കെ എണീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് ഇതേ പായസം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം തന്നെ ചോറുണ്ട് എണീറ്റിട്ടുണ്ട്. പിന്നെ ഇതേ അവിടെ നിന്ന് എല്ലാവരെയും പിടിച്ച് ഞാൻ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ വിചാരിച്ചു ഫോട്ടോയാണെന്ന്. പക്ഷേ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ പഞ്ഞിക്കിടാൻ സാധ്യതയുണ്ട്. പിന്നെ അതേ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് പൈപ്പ് തുറക്കുന്നത് കണ്ടത്. പിന്നെ ആരുടെയോ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് ഞാൻ വേഗം തന്നെ ആ പൈപ്പ് അടയ്ക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്ന് ഫോൺ മേടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മുഹൂർത്തമൊക്കെ അടുക്കാറായിട്ടുണ്ട്. ഞങ്ങളിതേ അവിടെ സീറ്റ് പിടിച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് ബാക്കിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുടുംബക്കാരെ എല്ലാവരെയും ഒന്ന് കാണുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് എത്തുന്ന കാര്യമൊക്കെ പറയുകയാണ്. അപ്പം ദേ കണ്ട ഒരു കാഴ്ചയാണ്. പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പം എന്തായാലും അവിടുന്ന് നാരങ്ങ കിട്ടും. അപ്പോൾ ആ നാരങ്ങ അവിടെ നിന്ന് ഇളക്കി പൊളിച്ച് അവിടെ നിന്ന് കഴിക്കുന്നതൊക്കെ ഒരു നൊസ്റ്റു അടിച്ചു കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. ചേച്ചിയുടെ മോളാണ് ശങ്കരി. അവളിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ മുഖത്താണെങ്കിൽ നാരങ്ങ തിന്നിട്ടും യാതൊരുവിധ എക്സ്പ്രഷനും വരുന്നില്ല. അത് നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ദേ അവിടെ മുഹൂർത്തമായി, താലികെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു. ഇത് എണ്ണപ്പന പാടമാണ് കേട്ടോ. എണ്ണപ്പന നമ്മുടെ പാം ഓയിലിൻ്റെ ഫാക്ടറി ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതുവഴിയാണ് വന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്, സൂപ്പർ. അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് തണുപ്പും ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു സ്ഥലം, നമ്മൾ 2 സ്ഥലത്തും പച്ചപ്പും ഒക്കെ ഉള്ളിടത്തൂടെ വരാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി തന്നെ ഇരുന്നാണ് എടുത്തത്. വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയില്ല പുറത്തോട്ട്. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് കേട്ടോ ഇതൊക്കെ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.